ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് റിപ്പബ്ലിക് ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ത്യൻ്റെ പതാക ഉണ്ടാക്കാമെന്ന്. കുറച്ച് വെറൈറ്റി ആയിട്ടാണ്. എപ്പോഴും നമ്മളിങ്ങനെ ഓറഞ്ച് കളറും പച്ച കളറൊക്കെ അടിക്കലാണ്. നമുക്ക് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. എന്താണ് സംഭവം എന്ന് ചിലർക്ക് പിടിയിട്ടിട്ടുണ്ട്. ഇതും കൂടെ കണ്ടപ്പോൾ മനസ്സിലായി. 3 വരെയൊക്കെ വരഞ്ഞ് ഇതാ ഒരു പശ തേച്ചിട്ടുണ്ട്. അതിനുശേഷം ഈ പച്ച കളറിലെ പൂവൊന്ന് ഇവിടെ വിതറി കൊടുക്കുക. ഇനി വെള്ള നിറം കിട്ടുകയാണെങ്കിൽ ഈ വെള്ളപ്പൂ കൊണ്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഈ വെള്ളപ്പൂ ഒട്ടാൻ കുറേ സമയം എടുക്കുന്നുണ്ട്. ഓറഞ്ച് നിറത്തിനായിട്ട് ഞാൻ ഈ ഒരു പൂവാണ് എടുത്തിട്ടുള്ളത്. ഇത് അപ്പാടെ വെക്കലല്ല, ഇത് ഞാൻ മുറിച്ചിട്ട് ഒട്ടിക്കലാണ്. പിന്നെ പച്ച നിറത്തിനായിട്ട് ഈ ഒരു സാധനമാണ് എടുത്തത്. എന്തോ ഒരു മഞ്ഞപ്പൂവാണ് ഉള്ളിലുള്ളത്. പിന്നെ ഇല വെച്ചാലൊരു ബോറായിപ്പോയെന്ന് വിചാരിച്ചിട്ടാണ് ഇതെടുത്തത്. അശോക ചക്രത്തിന് ഞാൻ കുറേ നീല കളർ നോക്കി, പക്ഷേ എനിക്ക് ഈ പൂവ് മാത്രമാണ് കേട്ടോ കിട്ടിയത്. ഇത് വയലറ്റാണെങ്കിൽ നമുക്കൊന്ന് അഡ്ജസ്റ്റ്. വെള്ള നിറത്തിന് ഈ ഒരു ചെടിയിലെ ഈ ഒരു കുഞ്ഞു വെള്ളപ്പൂവാണ് എടുത്തത്. ഞാൻ വെള്ളപ്പൂവ് ഉണങ്ങുന്ന സമയം കൊണ്ട് എനിക്കിതൊക്കെ കാണിച്ചു തന്നതാണ്. ഒന്നിൽ വിതറി കൊടുക്കുക. കാണാൻ റെഡിയായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഏകദേശം ഇന്ത്യൻ്റെ ഒരു രൂപമൊക്കെ കിട്ടിയിട്ടുണ്ട്. ആരും ഒന്നും വിചാരിക്കരുതേ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലൊരു കമ്പും കൂടെ വെച്ച് ചെടിമലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. ചുമരുമലൊട്ടിച്ചപ്പോൾ എല്ലാം ഒന്ന് വീണ് പോയിട്ടുണ്ട്. ഞാൻ അതൊക്കെ ശരിയാക്കി എത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ ചുമരുമലൊക്കെ ഒട്ടിക്കാം. പക്ഷേ എങ്കിൽ ഇത് കുറേ കാലമൊന്നും നിൽക്കൊന്നുമില്ല. 2 ദിവസം കഴിഞ്ഞാൽ വാടിക്കും. എന്നാലും ഒരു രസമല്ലേ ഇതൊക്കെ. അപ്പം ബൈ.